അലൈക്കും. സൂക്ഷ്മത പുലർത്തുന്നവർ പൈശാചിക ദുർബോധനമുണ്ടാകുമ്പോൾ അള്ളാഹുവിനെ സ്മരിക്കും. തത്സമയം അവർ ഉൾക്കാഴ്ച ഉള്ളവരായി തീരുന്നതാണ്. ഏവരെയും സ്വാഗതം ചെയ്യുന്നു ശോഭിക വെഡ്ഡിങ്സ് റംസാൻ ഡെലിഗ്യൂസിലേക്ക്. നമ്മുടെ ഫസ്റ്റ് കോളർ ആരാണെന്ന് നോക്കാം. ഹലോ, അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. ശോഭിക വെഡ്ഡിങ്സ് റംസാൻ ഡെലിഗ്യൂസിലേക്ക് സ്വാഗതം. ആരാണ്? ഫാത്തിമ കാവുങ്ങൽ. കാവുങ്ങൽ. അതെ. മുമ്പ് വിളിച്ചിട്ട് പ്രൈസ് കിട്ടിയിട്ടില്ല അല്ലേ? ആ. അപ്പൊ ഇത്തവണ എന്തായാലും കിട്ടട്ടെ കേട്ടോ. കിട്ടട്ടെ, അൽഹംദുലില്ലാ. ഞാൻ ആദ്യത്തെ ചോദ്യം ചോദിക്കട്ടെ എന്നാ? ആ, ഈസി ചോദിച്ചോളി. ഒക്കെ ഈസി ക്വസ്റ്റ്യൻസ് തന്നെയാണ്, ഒന്നാലോചിച്ച് ഉത്തരം കിട്ടും. ഓക്കെ. അപ്പൊ ചോദ്യം ഇതാണ്: ഇസ്ലാം മതത്തിന്റെ പൂർത്തീകരണം കുറിക്കുന്ന വചനം ഏത് സൂറത്തിൽ? അതായത് അൽ യൗമൽ അക്മൽതു ലക്കും ദീനക്കും എന്നുള്ള ഈ വചനം ഏത് സൂറത്തിലാണുള്ളത്? ഓപ്ഷൻ ഇല്ലേ? ഓപ്ഷൻ ഉണ്ട്. സൂറത്തുൽ ബക്കറ, സൂറത്തുൽ ഹജ്ജ്, സൂറത്തുൽ മാഇദ. സൂറത്തുൽ ബക്കറ. സൂറത്തുൽ ബക്കറ. ആ, ഓപ്ഷൻസ് ഒന്നുകൂടെ പറയാനാണോ അതോ ഉറപ്പിച്ചോ? ബക്കറ ഉറപ്പിച്ച്. ഉത്തരം തെറ്റിപ്പോയി. സൂറത്തുൽ മാഇദയാണ് ശരി ഉത്തരം. ഓക്കേ. സാരല്ല, 2 ചോദ്യം കൂടെ ബാക്കിയുണ്ട് കേട്ടോ. രണ്ടാമത്തെ ചോദ്യം ഇതാണ്: സൂറത്തുൽ അൻ-നഹ്ലിൽ പിശാചിൽ നിന്ന് അല്ലാഹുവിൽ ശരണം തേടാൻ കൽപ്പിക്കുന്നത് എത്രാമത്തെ ആയത്തിൽ? അതിന് ഓപ്ഷൻ ഉണ്ടോ? ഓപ്ഷൻ ഉണ്ട്. ആയത്ത് 78, ആയത്ത് 38, ആയത്ത് 98. 78. 78 തെറ്റിപ്പോയല്ലോ ഇത്ത. 98 ശരി ഉത്തരം. ഓക്കെ. അപ്പൊ സാരല്ല കേട്ടോ, 2 വട്ടം തെറ്റി. 2 വട്ടം തെറ്റി. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. ഹലോ, അസ്സലാമു അലൈക്കും. ഹലോ, വലൈക്കും അസ്സലാം. ശോഭിക വെഡ്ഡിങ്സ് റംസാൻ ഡെലിഗ്യൂസിലേക്ക് സ്വാഗതം. ആരാണ്? പേര് സാനിയ. സാനിയ. അതെ. സാനിയയുടെ വീട് എവിടെയാ? മഞ്ചേരി. എന്താ ചെയ്യുന്നേ? എന്തെങ്കിലും വർക്ക് ചെയ്യുന്നുണ്ടോ? പഠിക്കുകയാണോ? ഹൗസ് വൈഫ് ആണോ? ഹൗസ് വൈഫാണ്. വീട്ടിൽ ആരൊക്കെയാ ഉള്ളത്? വീട്ടില് ഉമ്മ, ഉപ്പ, പിന്നെ സിസ്റ്റേഴ്സ് ഉണ്ട്, ഹസ്ബൻഡ് ഉണ്ട്. ഇപ്പൊ അടുത്ത് ഇവരെല്ലാരും ഉണ്ടോ? ഇല്ല, ഇപ്പൊ ഞാൻ ഒറ്റക്കാണ്. ഒറ്റയ്ക്കാണല്ലേ? എങ്ങനെ പോകുന്നു നോമ്പൊക്കെ? അൽഹംദുലില്ലാ, റാഹത്താണ്. സുഖായിട്ട് പോകുന്നുണ്ട്. അതെ. ചൂടുണ്ടോ അവിടെ? ആ, ചൂടിന്റെ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. ചൂടിന്റെ ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ അല്ലേ? ആ, നോമ്പായിട്ടല്ല, ചൂടിന്റെ. അതെ, ചൂടിന്റെ ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. അതെ. പെരുന്നാൾ ഒരുക്കങ്ങളൊക്കെ തുടങ്ങിയോ? ഡ്രസ്സൊക്കെ എടുത്തോ? ഇല്ല, ഡ്രസ് എടുത്തില്ല, എടുക്കണം. എടുക്കണല്ലേ? ആ. ഇന്ന് എന്താ നോമ്പ് തുറക്കാൻ സ്പെഷ്യല്? ഇന്ന് ബീഫും പത്തിരി. ഉണ്ടാക്കാൻ തുടങ്ങി വന്നിട്ട്? ഇല്ല, അസർ ബാങ്ക് കൊടുത്തിട്ടേ തുടങ്ങുള്ളൂ. ഓക്കെ. അപ്പൊ നമ്മുടെ പ്രോഗ്രാം കാണാറുണ്ടോ? ആ, കാണാറുണ്ട്. യൂട്യൂബിലാണോ കാണാറ്? ആ, യൂട്യൂബില്. മുമ്പ് വിളിച്ചിട്ടുണ്ടോ? കഴിഞ്ഞ വർഷം വിളിച്ചിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം വിളിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? അന്ന് പ്രൈസ് കിട്ടിയിരുന്നോ? ആ, കിട്ടിയിട്ടുണ്ടായിരുന്നു. കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇത്തവണ എന്തായാലും പ്രൈസ് കിട്ടട്ടെ കേട്ടോ. ആ. അപ്പൊ ഞാനിവിടെ 3 ചോദ്യങ്ങളാണ് ചോദിക്കുക. അതില് 2 ചോദ്യങ്ങൾക്ക് ഓപ്ഷൻസ് തരും. 3ാമത്തെ ചോദ്യത്തിന് ഓപ്ഷൻ ഒന്നും ഉണ്ടാവില്ല. അപ്പോ ഇതിൽ ഏതെങ്കിലും ഒരു 2 ചോദ്യത്തിന് ശരി ഉത്തരം പറയണം. ആ, ഓക്കെ. അപ്പൊ പ്രൈസ് കിട്ടും. റെഡി അല്ലേ? ആ, റെഡി. അപ്പൊ ഞാൻ ആദ്യത്തെ ചോദ്യം ചോദിക്കട്ടെ? ആ, ചോദിക്ക. ചോദ്യം ഇതാണ്: സുജൂദ് തിലാവത്തിന്റെ ആയത്തുകൾ എത്ര? സുജൂദ് തിലാവത്തിന്റെ. അതെ, ഓപ്ഷൻസ് ഉണ്ട്. 5, 10, 15. സുജൂദ് തിലാവത്തിന്റെ ആയത്തുകൾ എത്ര? 5, 10, 15.
10 10 ആ തെറ്റിപ്പോയല്ലോ. 15 ശരി ഉത്തരം. സാരല്ല, 2 ചോദ്യം കൂടെ ബാക്കിയുണ്ട്. ആ അപ്പൊ രണ്ടാമത്തെ ചോദ്യം ഇതാണ്. ആ സുജൂദ് തിലാവത്തിന്റെ ആയത്ത് ആദ്യം അവതരിച്ചത് ഏത് സൂറത്തിൽ? എങ്ങനെയാണ്? സുജൂദ് തിലാവത്തിന്റെ ആയത്ത് ആദ്യം അവതരിച്ചത് ഏത് സൂറത്തിലാണ്? ഓപ്ഷൻസ് ഉണ്ട്. സൂറത്തുൽ ബക്കറ, സൂറത്തുൽ ഹജ്ജ്, സൂറത്തുൽ അൻ-നജ്മ്. കൺഫ്യൂഷൻ ആണല്ലോ. ചോദ്യം ക്ലിയർ ആണോ? ചോദ്യം ഒന്നുകൂടെ പറയോ? സുജൂദ് തിലാവത്തിന്റെ ആയത്ത് ആദ്യം അവതരിച്ചത് ഏത് സൂറത്തിലാണ്? ആ സൂറത്തുൽ ബക്കറ, സൂറത്തുൽ ഹജ്ജ്, സൂറത്തുൽ നജ്മ്. സൂറത്തുൽ ഹജ്ജാണോ? സൂറത്തുൽ ഹജ്ജ് തെറ്റിപ്പോയല്ലോ ഇത്താ. സൂറത്തുൽ നജ്മാണ് ശരി ഉത്തരം. നജ്മ്. ആ അപ്പൊ സാരല്ല കേട്ടോ. ആ ഓക്കെ. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം.